ഭക്തിയിലേക്ക് കടക്കും. തുടക്കം അങ്ങനെ ആയിരുന്നു നമ്മളുടെ. നമുക്ക് ഭക്തി ഉണ്ടായത് ഭയത്തിൽ നിന്നാണ്, മറക്കാൻ പാടില്ല. പ്രകൃതിക്ഷോഭങ്ങളെയൊക്കെ ഭയന്നു ശേഷമാണ് പ്രകൃതി ആരാധിക്കാൻ തുടങ്ങിയത്. ഇത് ചരിത്രമാണ്. പ്രായം കൂടുമ്പോ കുറച്ച് അസുഖങ്ങളൊക്കെ നമ്മളെ പിന്തുടരും. ഇത് കഴിയുമ്പോ എപ്പോ വേണമെങ്കിലും വിട പറഞ്ഞു പോകാനുള്ള സമയമൊക്കെ ആവും. അപ്പോഴാണ് ആരോ പറഞ്ഞത് കേട്ടത്, മരണസമയത്ത് ആരെയാണോ ചിന്തിച്ചിരിക്കുന്നത് ആത്മാവ് ആ രൂപം പ്രാപിക്കും. ഇനിയിപ്പോ അടുത്ത ചോദ്യം വരും, ആത്മാവുണ്ടോ എന്നുള്ളത്. അത് നമുക്ക് കർമ്മയോഗത്തിലേക്ക് ചെല്ലുമ്പോൾ സംസാരിക്കാം. അപ്പോ അന്ത്യനേരത്ത് ആരെയാണോ ചിന്തിച്ചിരിക്കുന്നത് ആത്മാവ് ആ രൂപം പ്രാപിക്കും. ഞാനല്ല പറഞ്ഞത്, ഭാഗവതത്തിലൂടെ പറയപ്പെടുന്നതാണ്. യം യം അഭിസ്മരൻ ഭാവം ത്രിജത്തിന്റെ കളേബരം തന്തമേ വൈദികമുന്തയ സദാ തദ്ഭാവ ഭാവിത. അപ്പോ പ്രായം കൂടുന്തോറും ഈശ്വര വിശ്വാസമൊക്കെ കൂടും. ഒരു കാലഘട്ടത്തിൽ, ചോരത്തളപ്പുള്ള കാലഘട്ടത്തിൽ യുക്തിവാദവും നിരീശ്വരവാദവും പറഞ്ഞ് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് അടുക്കുമ്പോൾ നിരന്തരമായ ക്ഷേത്ര ദർശനത്തിലേക്ക് കടക്കും. നമ്മുടെ കുറവുകളല്ല പറയുന്നത്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞ ഭക്തി, രണ്ടാമത്തെ ഭക്തി വാത്സല്യത്തോടു കൂടി ഭഗവാനെ കാണുന്നു, വാത്സല്യ ഭാവഭക്തി. മൂന്നാമത്തേത് ദാസ്യഭാവഭക്തി. ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമചന്ദ്രനോടുണ്ടായിരുന്ന ഭക്തി, കുറൂരമ്മയ്ക്ക് ശ്രീകൃഷ്ണനോടുണ്ടായിരുന്നതാണ് വാത്സല്യ ഭാവഭക്തി. ഇനി മറ്റൊന്നാണ് സഖ്യഭാവഭക്തി. ഒരു സുഹൃത്തിനെ പോലെ ഈശ്വരനെ കാണുന്നു. അർജുനന് കൃഷ്ണനോടുണ്ടായിരുന്ന ഭക്തി അങ്ങനെയായിരുന്നു, ഒരു സുഹൃത്തിനെ പോലെ ഈശ്വരനെ കാണുന്നു. ഇനി മറ്റൊന്ന് വിദ്വേഷ ഭാവഭക്തി, ശത്രുവിനെ പോലെ കാണുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അതാ കൂടുതൽ ഉപമിക്കേണ്ടത്, അല്ലെ കൂടുതൽ ശക്തമാകുന്നതും അത് തന്നെയാണ്. ഒരു ശത്രുവിനെ പോലെ ദൈവത്തെ കാണുന്നു. കംസന് ശ്രീകൃഷ്ണനോടുണ്ടായിരുന്ന ഭക്തി ഉദാഹരണമാണ്. രാവണന് രാമനോടുണ്ടായിരുന്ന ഭക്തിയും വിദ്വേഷ ഭാവഭക്തിക്ക് ഉദാഹരണമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഭക്തിയുണ്ട്. പക്ഷെ ഇതിലൊക്കെ പറയുന്നത് നിങ്ങൾക്കിതിൽ ഏതും തിരഞ്ഞെടുക്കാം. ഭക്തി ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. എന്നെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആരാധിക്കാം. ആരാധിച്ചില്ലെങ്കിലും യാതൊരു കുഴപ്പവും ഇല്ല. ഇത് തന്നെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു വീഡിയോ വളരെ ഗംഭീരമാണ്. ആ വീഡിയോ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, സാറേ, നന്മ ചെയ്യാൻ ഈശ്വര വിശ്വാസം വേണമോ? നല്ലത് ചെയ്യാൻ ഈശ്വര വിശ്വാസം വേണമോ? ആളിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു മജീഷ്യനാണ്, പേരതുകൊണ്ട് പറയുന്നില്ല, പറയാൻ പാടില്ല. കുറച്ചു നേരം ആലോചിച്ച ശേഷം അദ്ദേഹം അതിന്റെ മറുപടി പറഞ്ഞു. സദസ്സിന്റെ ഹർഷാരവം വളരെ വലുതായിരുന്നു, കരഘോഷങ്ങൾ വളരെ വലുതായിരുന്നു, ഭയങ്കര കയ്യടിയിരുന്നു. ആ വീഡിയോ വീണ്ടും 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 കേൾക്കുക. നമുക്കറിയാം ആ പറഞ്ഞത് ശുദ്ധ നുണയാം. കേൾവിക്കാരെ പറ്റിച്ചതാണെന്ന്. ചിലർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, പ്രാസംഗികർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. മുന്നിലിരിക്കുന്നവരെ ഉത്തരം മുട്ടിക്കാൻ സാധിക്കും, അവരെ പറ്റിക്കാൻ സാധിക്കും. അത് ദൈവം കൊടുക്കുന്ന ഒരു കഴിവാണ്. അപ്പൊ അദ്ദേഹത്തിന് ചോദിച്ച ചോദ്യം, നന്മ ചെയ്യാൻ വിശ്വാസത്തിന്റെ ആവശ്യമുണ്ടോ? അദ്ദേഹം അതിന്റെ മറുപടിയും പറഞ്ഞു. ഒരു കഥയാണ് മറുപടിയായി പറഞ്ഞത്. ആ വീഡിയോ ഇനി എപ്പോഴെങ്കിലും കണ്ടു നോക്കുക. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ നന്മയുടെ കാര്യം പറഞ്ഞപ്പോൾ